അടുത്ത ഭാഗം ഇതാണ്. എക്സസൈസ് നമ്പർ 1 ആണ്. ഡിസ്കസ് ദ ഡിഫറൻസസ് ഇൻ മീനിങ് ഓഫ് ദ ഇറ്റാലിസൈസ്ഡ് verbs in each group of sentence given below. പറയുന്നതാണ്, ഡിസ്കസ് ദ ഡിഫറൻസസ് ഇൻ മീനിങ് ഓഫ് ദ ഇറ്റാലിസൈസ്ഡ് verbs in each group of sentences given below. താഴെ ഓരോ നമ്പറായിട്ട് എ എന്നും ബി എന്നും 2 ഉദാഹരണങ്ങൾ ഓരോ നമ്പറിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ വെർബ് തന്നെ സ്റ്റേറ്റീവ് വെർബായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രോഗ്രസീവ് വെർബായിട്ടുള്ള ING രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം, അർത്ഥത്തിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്, ഇവ തമ്മിൽ എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ എ, ദീസ് ഫ്ലവേഴ്സ് സ്മെൽ ഗുഡ്. ഈ പൂക്കൾക്ക് നല്ല മണമുണ്ട്. അപ്പോൾ ഇവിടെ സ്മെല്ലാണ് വെർബ്, സ്റ്റേറ്റീവ് വെർബ് V1 ആണ്. അതായത് മണമുണ്ട് എന്നുള്ളത് ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ പൂക്കളുടെ അവസ്ഥയാണ്, അതുകൊണ്ട് ING ഫോം അല്ല. ING ഫോം അല്ല ഉപയോഗിച്ചത്. ജിനാൻ ഈസ് സ്മെല്ലിങ് ദ ഫ്ലവേഴ്സ്. ജിനാൻ ആ പൂക്കളെ മണത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജിനാൻ ഒരു ഇവിടെ ജിനാൻ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗന്ധം ആസ്വദിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്മെല്ലിങ് ING ഫോമാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സ്മെല്ല് ആ രൂപത്തിലും രണ്ടാമത്തത് ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ING രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട്, ഐ തിങ്ക് തോമസ് ഈസ് എ കൈൻഡ് മാൻ. എൻ്റെ വിചാരം തോമസ് നല്ല ആളാണെന്നാണ്. വിചാരം എന്നുള്ളത് നമ്മൾ കൽപ്പിച്ചുകൂട്ടി വിചാരിക്കലല്ല, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തിങ്ക് സ്റ്റേറ്റീവ് വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ആം തിങ്കിങ് അബൌട്ട് ദിസ് ഗ്രാമർ. ഞാൻ ഈ ഗ്രാമറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രാമറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് നിരീക്ഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തിയാണ്, കിണഞ്ഞ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ING ഫോമായിട്ടുള്ള പ്രോഗ്രസീവ് രൂപത്തിൽ വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് തിങ്കിങ് വരാൻ കാരണം. 3, ഐ സീ എ ബട്ടർഫ്ലൈ. ഡു യു സീ ഇറ്റ് ടു? ഒരു ബട്ടർഫ്ലൈയെ ഞാൻ കാണാനിടയായി. പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ കാണേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതും കാണാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കണ്ടതാണ്, കൽപ്പിച്ചു കൂട്ടി നോക്കിയതല്ല. അപ്പോൾ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ അതും എന്താണ്,
കണ്ണ് തുറന്നപ്പോൾ അങ്ങനെ കാണാനിടയാവുന്നുണ്ടോ ചോദിക്കുകയാണ്. നമ്മൾ ഒരു അവസ്ഥയാണ് സി, അതുകൊണ്ട് സ്റ്റേറ്റീവ് രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇഷാഖ് ഈസ് സീയിങ് എ ഡോക്ടർ അബൌട്ട് ഹിസ് അബ്ഡോമിനൽ പെയിൻ. ഇവിടെ ഇഷാഖ് എന്ന വ്യക്തി ഒരു ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വയറുവേദന ഉണ്ട്. ഇവിടെ കാണുക എന്നുള്ളത് അത് എന്താ, ഇവിടെ നമ്മുടെ ഇഷാഖ് എന്ന ആൾ ഡോക്ടറെ കാണാൻ കൽപ്പിച്ചുകൂട്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തിയാണ്, അതുകൊണ്ട് ING ഫോമാണ് ഉപയോഗിച്ചെന്ന്, പ്രോഗ്രസീവ് രൂപമാണ് ഉപയോഗിച്ചെന്ന്. ലൈല ലുക്സ് കോൾഡ്, ഐ വിൽ എൻ്റർ മൈ കോട്ട്. ലൈല തണുപ്പുള്ളതുപോലെ കാണപ്പെട്ടു, ഞാൻ അവൾക്ക് എൻ്റെ കോട്ട് നൽകാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കാണപ്പെടുക എന്നുള്ളത് ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ലുക്സ് സ്റ്റേറ്റീവ് രൂപത്തിൽ V1 ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. രേണു ഈസ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ, ഷീ സീസ് എ ബട്ടർഫ്ലൈ. രേണു വിൻഡോയുടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബട്ടർഫ്ലൈയെ അവൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ വിൻഡോ കൂടെ നോക്കുക എന്നുള്ളത് കൽപ്പിച്ചു കൂട്ടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കൽപ്പിച്ചു കൂട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബട്ടർഫ്ലൈയെ കാണാനായിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ബട്ടർഫ്ലൈയെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തിയാണ്, അതുകൊണ്ട് ING ഫോമാണ് യൂസ് ചെയ്തത്. ശ്യാം അപ്പിയേഴ്സ് എസ്ലൈം. ശ്യാം ഉറക്കമുള്ളതുപോലെ കാണപ്പെടുന്നു. ലെറ്റ്സ് നോട്ട് ഡിസ്റ്റർബ് ഹിം. നമുക്ക് അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. അപ്പോൾ അവിടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പിയേഴ്സ് V1 ആണ് യൂസ് ചെയ്തത്. My favorite actor is currently appearing at the Paramount. എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ തീർച്ചയായും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാരമൗണ്ടിലൂടെയാണ്, ശ്രേഷ്ഠമായ സ്ഥാനത്തിലൂടെയാണ്. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് നല്ലൊരു ആക്ടിങ്ങിലൂടെ അദ്ദേഹം ആ സ്ഥാനത്ത് കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രവൃത്തിയാണ്. അതുകൊണ്ട് ING ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ING ഫോമിൻ്റെ പുറത്തൊക്കെ ബിയുടെ രൂപങ്ങളായിട്ടുള്ള ഈസറാമ് വരുന്നുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, എക്സസൈസ് നമ്പർ 2 പറയണത് ഇതാണ്. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഇൻ ദ കൺവെർസേഷൻ between two friends below. Put the words in brackets into the present simple or present continuous. ചോദ്യം ഇതാണ്. ചൂസിങ് ദ കറക്റ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യുക. ഇൻ ദ കൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ബിലോ. 2 ഫ്രണ്ട്സുകൾ താഴെ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള വെർബുകൾ തീർച്ചയായിട്ടും ഇൻ ടു ദ പ്രസൻറ്റ് സിമ്പിൾ ഓർ പ്രസൻറ്റ് കണ്ടിന്യൂസ്. സ്റ്റേറ്റീവ് വെർബായി ഉപയോഗിക്കണോ അതോ പ്രോഗ്രസീവ് വെർബായി ഉപയോഗിക്കണോ എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് V1 ആണെങ്കിൽ അത്, ING രൂപമാണെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അർത്ഥം അനുസരിച്ചിട്ട് വേണം, അവസ്ഥയാണോ പ്രവൃത്തിയാണോ എന്നനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ A എന്ന ആളും B എന്ന ആളും തമ്മിലുള്ള സംഭാഷണമാണ് നോക്കാം. A പറയാണ്, I dash here, you dash work at a call center at the moment. What is it like? അർത്ഥം ശരിക്കും ഇതാണ്. എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ, എങ്ങനെയുണ്ട്? അപ്പോൾ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് ശരിക്കും നമ്മളിങ്ങനെ കൽപ്പിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമല്ല, ഓട്ടോമാറ്റിക്കായി കേൾക്കുകയാണ്, അവസ്ഥയാണ്.
അപ്പോൾ V1 ആണ് യൂസ് ചെയ്യുക, ഹിയർ ആണ് യൂസ് ചെയ്യുക. എന്നാൽ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അതൊരവസ്ഥ അല്ല, അത് ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രോഗ്രസീവ് വെർബായിട്ടുള്ള ING ആണ്. ഒപ്പം തന്നെ ഓക്സിലറി വെർബായിട്ടുള്ള യുവിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നത് ആറാണ്. അപ്പോൾ ആറും കൊടുത്തിട്ടുണ്ട്. യു ആർ വർക്കിംഗ് അറ്റ് എ കോൾ സെൻറ്റർ, ഇങ്ങനെ വരുന്നു. ബി പറയാണ് ഇറ്റ് ബി ഫൈൻ ഓ ദ ഈസ് വെരി ഹാർഡ് വർക്ക്. ഐ എം ഓൾവേസ് ടയർഡ് ബട്ട് ഐ നോട്ട് മൈൻഡ്. അടുത്തതാണ് അത് ഉഷാറാണല്ലോ, കുഴപ്പമില്ല, കുറച്ച് ഹാർഡ് വർക്കാണ്, എനിക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ ബി ആണ്. ബിയുടെ രൂപങ്ങൾ ഏതാണ്? പ്രസൻറ്റത്തെ രൂപങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈസ്, ആറ്, ആമ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. അപ്പോൾ അത് ഫൈനാണ്. ആണ് എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, അവസ്ഥയാണ്. അപ്പോൾ ING ഫോം യൂസ് ചെയ്യരുത്. അപ്പോൾ ബിയുടെ ING ഫോം അല്ലാത്തത് ഈസറാമിലെ ഏതെങ്കിലും ഒന്നാണ്. അപ്പോൾ ഇറ്റിൻ്റെ ഒപ്പം എപ്പോഴും ഈസാണ് വരിക, ഈസ്. പിന്നെ ഐ ആം ഓൾവേസ് ടയേർഡ്, എനിക്ക് എപ്പോഴും ക്ഷീണം തോന്നാറുണ്ട്, ഞാൻ കാര്യമാക്കാറില്ല. കാര്യമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു പ്രവൃത്തിയാണ്. മൈൻഡ് ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക എന്നുള്ളത് ഒരവസ്ഥയാണ്, ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ING ഫോം അല്ല. അപ്പോൾ V1 ആയിട്ടുള്ള ഏതാ? മൈൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പക്ഷേ ഇവിടെ നോട്ട് നെഗറ്റീവാക്കി മാറ്റണം. ഇവിടെ നെഗറ്റീവ് ആക്കണമെങ്കിൽ വേറെ ഓക്സിലറി ചേർക്കാൻ പറ്റില്ല. മൈൻഡ് എന്ന V1 വെർബ് 1 അതിൻ്റെ അപ്പോൾ ഈ വെർബിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളൊരു ഓക്സിലറി വെർബുണ്ട്. അപ്പോൾ ഐൻ്റെ ഒപ്പമാണ് മൈൻഡ് വന്നത്. ഡു അല്ലെങ്കിൽ ഡസ് ആണുള്ളത്. ഇവിടെ മൈൻഡിനുള്ളിൽ ഡു ആണ് വരിക. മൈൻഡ്സ് ആണെങ്കിൽ അത് ഡസ് ആകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഡു പുറത്തേക്ക് എടുത്തു, നോട്ടിന് അതിൻ്റെ ഒപ്പം ചേർത്തു, ഐ ഡോണ്ട് മൈൻഡ് എന്ന് വരുന്നു. അപ്പോൾ മൈൻഡിനെ നെഗറ്റീവ് ആക്കാൻ ഡൂവിനെ പുറത്തേക്ക് എടുത്ത് നോട്ട് അപ്ലൈ ചെയ്തിട്ട് ഡോണ്ട് മൈൻഡ് ആക്കി മാറ്റി. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ പറയാണ് ഇങ്ങനെ പറയുന്നു, ഈസ് ദ മണി ഗുഡ്? പൈസ എങ്ങനെ, അത്യാവശ്യമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. പൈസ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടോ? ബി പറയാണ് നോ നോട്ട് റിയലി, ഏയ് അങ്ങനെ കൂടുതലൊന്നുമില്ല. ബട്ട് ഐ ലൈക്ക് ദ വർക്ക് ഹവേഴ്സ്. യു നോ ഐ ഡോണ്ട് ലൈക്ക് വർക്കിംഗ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ അത്ര അധികമൊന്നുമില്ല, പക്ഷേ എനിക്കിഷ്ടമായത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം ഇതാണ്.
ആ ജോലി ചെയ്യുന്ന വർക്കിംഗ് ടൈമാണ്. നിനക്കറിഞ്ഞുകൂടെ ഞാൻ നേരത്തെ എണീക്കുന്ന സ്വഭാവക്കാരനല്ല എന്ന്? അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം അവസ്ഥയാണ്. അപ്പോൾ ലൈക്ക് തന്നെയാണ് യൂസ് ചെയ്യുക, ING യൂസ് ചെയ്യണ്ട, E1 യൂസ് ചെയ്യണ്ട്. പറയാണ്, ഓ യെസ് ഐ റിമെമ്പർ നൗ യു നെവർ യൂസ് ടു ഗെറ്റ് അപ്പ് ബിഫോർ 11 AM. ഓ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു, നിനക്ക് 11 മണീൻ്റെ മുമ്പ് നീക്കുന്ന താല്പര്യമല്ലല്ലോ അല്ലേ? അങ്ങനെ എണീക്കാറില്ലല്ലോ അല്ലേ? അപ്പം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. അവിടെ എന്താണ്, നമ്മൾ കൽപ്പിച്ചൂട്ടി വിചാരിച്ച് ഓർമ്മിക്കുകയാണ്. അപ്പോൾ ING ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ആം കൊടുത്തിട്ട് ഐ ആം റിമെമ്പറിങ്. പറയാണ്, വെൽ ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ് നൗ. ഓ ഞാനിപ്പോൾ അങ്ങനൊന്നും അല്ല. ബട്ട് ഐ സഡൻലി ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ബിഫോർ 9 AM. പക്ഷെ 9 മണിക്ക് മുമ്പ് നീക്കാൻ ഇപ്പോഴെനിക്ക് താല്പര്യമല്ല. 11 മണിയൊന്നും ആയിട്ടില്ലെങ്കിലും 9 മണിയുടെ മുമ്പെയാണ് ഒരിക്കലും നീക്കാൻ കഴിയാറില്ല. എനിവേ ടെൽ മീ അബൌട്ട് യു. ഇനി നീ എന്താ ചെയ്യണത് പറയൂ. വാട്ട് യു ഡാഷ് ഡു നൗ. നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അവസ്ഥ അല്ല, ജോലി ചെയ്യുന്ന കാര്യമാണ് പറയണത്. ING ഫോമാണ്. ഡു എന്നുള്ളത് ഡൂയിങ് ആണ്. അപ്പോൾ യുവിൻ്റെ ഒപ്പം ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ചോദ്യത്തിൻ്റെ ഓർഡർ എന്താണെന്ന്. വാട്ട് ക്വസ്റ്റ്യൻ വേർഡാണ്, ഓക്സിലറിൻ്റെ സ്ഥാനമാണ്, യുവിൻ്റെ ഒപ്പം ആറാണ് വരിക. പിന്നെ സബ്ജക്റ്റ് ആയിട്ടുള്ള യു വന്നു, പിന്നെ ഡു ING ഫോം എടുത്തിട്ട് ഡൂയിങ്. വാട്ട് ആർ യു ഡൂയിങ് നൗ? I am still a student. Sorry. I be still a student. ഞാനിപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ്. അവസ്ഥയാണ്. അവിടെ ബി എന്നുള്ളത് അതിൻ്റെ ഒപ്പം ആമ വരിക, ആമ കൊടുത്തിരിക്കുന്നു. ആക്ച്വലി ഐ വർക്കിംഗ് ക്വയറ്റ് ഹാർഡ് അറ്റ് ദ മൊമെൻറ്റ് ബിക്കോസ് മൈ എക്സാംസ് ആർ നെക്സ്റ്റ് വീക്ക്. സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം അടുത്ത ആഴ്ച എൻ്റെ എക്സാമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ പ്രോഗ്രസീവ് ING ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ വർക്ക് എന്നുള്ളത് വർക്കിംഗ്, അപ്പോൾ അതിൻ്റെ ഒപ്പം ആമാണ്, ആം വർക്കിംഗ് എന്നുള്ള രൂപമാണ് വരിക. ഓ വെൽ ഗുഡ് ലക്ക് ഇൻ യുവർ എക്സാം. ഓ തീർച്ചയായിട്ടും നല്ല പരീക്ഷ എഴുത്. ഐ മസ്റ്റ് ഗോ നൗ. ഞാൻ പോകട്ടെ. ഐ നോട്ട് വാണ്ട് ടു ബി ലൈറ്റ്. എനിക്ക് വൈകണം എന്ന് ആഗ്രഹമല്ല. അപ്പോൾ വൈകുക എന്നുള്ളത് ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് വാണ്ട് തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ വാണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഡൂവിനെ പുറത്തേക്ക് എടുത്തിട്ട് വേണം നെഗറ്റീവായിട്ടുള്ള നോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡു പ്ലസ് നോട്ട് ഡോണ്ട്, പിന്നെ V1 ആയിട്ടുള്ള വാണ്ട്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈറ്റ്. പിന്നെ ഐ നോട്ട് ഹാവ് മൈ കാർ എനിമോർ. എൻ്റെ അടുത്ത് ഇപ്പോൾ കാറില്ല. അപ്പോൾ അതും അവസ്ഥയാണ്, ഇല്ല എന്നുള്ളതൊരു അവസ്ഥയാണ്. അപ്പോൾ ഹാവിങ് ഒന്നല്ല, ഹാവ് തന്നെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഡൂനെ പുറത്തേക്ക് എടുത്ത് നോട്ട് അതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഐ ഡോണ്ട് ഹാവ് എന്നുള്ള V1 രൂപത്തിൽ വേണം അപ്ലൈ ചെയ്യാൻ. സോ ഐ സൈക്കിൾ എവരിവെയർ നൗ. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലായിടത്തേക്കും സൈക്കിളുമേയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ സൈക്കിൾ എന്നുള്ളത് ING രൂപത്തിൽ വേണം ഉപയോഗിക്കാൻ. ഐ ആം സൈക്ലിംഗ് എവരിവെയർ നൗ. ഓക്കെ, ഇങ്ങനെയാണ് ഉപയോഗിക്കുക.